മുഹറം അള്ളാഹുവിന്റെ മാസങ്ങളിൽ റമദാൻ മാസം കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നോമ്പ് നോറ്റിരുന്ന മാസം അത് മുഹറമാണെന്ന് നബിതങ്ങളുടെ ജീവിതം നമ്മെ പഠിപ്പിച്ചു തരികയാണ്. കാരണം ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്നത് ഈ മുഹറം മാസത്തിന്റെ ഏറ്റവും വലിയ ബഹുമതി, ഏറ്റവും വലിയ പ്രത്യേകത അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്നത് അത് എന്റെ മാസം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അനേകം ബഹുമതികളും ആദരവുകളും ഈ മുഹറം മാസത്തിന് കിട്ടിയിട്ടുണ്ട്. ഹദീസുകളും ഖുർആനുകളും അതിനെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് ഒന്നിനെ ചേർക്കുമ്പോ മറ്റു മാസങ്ങൾ അതിലുപരി മോശമെന്നല്ല പറയുന്നത്, എല്ലാം അള്ളാഹുവിന്റെ അധീനത്തിൽ തന്നെയാണ്. പക്ഷേ റബ്ബ് എന്റേത് എന്നൊന്ന് ചേർത്ത് പറഞ്ഞു തരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം അതിന് ഒന്നുകൂടി ആദരവ്, ഒന്നുകൂടി മഹത്വം എന്നുള്ളതാണ്. വിശുദ്ധമായ പറയുന്നു ബൈത്തുല്ലാ എന്റെ വീടാണ് എന്നാണ്. കഅബയെ സംബന്ധിച്ച് അല്ലാഹു എന്റെ വീട് എന്നിങ്ങനെ പറയുമ്പോ ബാക്കിയുള്ള പള്ളികളൊക്കെ അല്ലാഹുവിന്റെ വീട് തന്നെയാണ്. പക്ഷെ അതിലുപരി ഒന്നുകൂടി ശ്രേഷ്ഠം എന്നുള്ള രീതിയിൽ അല്ലാഹു എടുത്തു പറഞ്ഞു തരുമ്പോൾ അതിന്റെ മഹത്വം എന്താണ്, ബഹുമാനം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതാണ് എന്റെ ദാസനെ നിങ്ങളിലേക്ക് പറഞ്ഞയച്ചു എന്നാണ്. സുബ്ഹാനല്ലദീ അസ്റഹ ബിഅബ്ദിഹി, എന്റെ ദാസനെ ഞാൻ ആകാശ ലോകത്തേക്ക് കൊണ്ടുപോയി തിരിച്ചു വന്ന് എന്റെ എന്നല്ല പറയുമ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ മുഹമ്മദ് നബി എന്ന് പറഞ്ഞ അത്രത്തോളം പവർ ഒരു പക്ഷെ കിട്ടിക്കോളണമെന്നില്ല. അതുപോലെ മുഹറത്തിനെ സംബന്ധിച്ച് ആ ഒരു പവർ കിട്ടാൻ, ആ ഒരു ശ്രേഷ്ഠത കിട്ടാൻ, ആ ഒരു മഹത്വം മനസ്സിലാകാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞത്, പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത് അത് എന്റെ മാസമാണ് എന്ന് അല്ലാഹു പറഞ്ഞതായിട്ടാണ്. അല്ലാഹു അതിന്റെ പദവികൾ മനസ്സിലാക്കി ഈ മാസത്തെ ഉപയോഗം കൊടുക്കുന്ന വിശ്വാസികളിൽ പാവപ്പെട്ടവരായ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നബി റമളാനിന് ശേഷം ഏറ്റവും കൂടുതൽ നോമ്പ് നോക്കിയിരുന്ന മാസമാണെന്ന്. അതിന് ആ മാസത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതാണ് മുഹറം 9, മുഹറം 10 എന്നുള്ളത്. ഈ മുഹറം 9, 10 നമുക്ക് മാത്രമല്ല, മുൻകാലത്ത് കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാരും അവരുടെ പദവികൾ അവരെ ഇതിന്റെ പദവികൾ മനസ്സിലാക്കിക്കൊണ്ട് നോമ്പ് പിടിച്ചിരുന്നു എന്ന് കിതാബുകളിലൊക്കെ കാണാം. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ് കിതാബ് അബൂ ദാവൂദിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കാണാൻ കഴിയും, കാന യൗമ ആശൂറാ തസൂമു ഖുറൈശ് ഫിൽ ജാഹിലിയ്യ, ജാഹിലിയങ്ങളിൽപ്പെട്ട വിശ്വാസികളാകുന്ന ജാഹിലിയങ്ങളായ കാലത്ത് തന്നെ, വിശ്വാസം ഉത്ഭവിക്കുന്നതിന്റെ മുമ്പ് തന്നെ, മുഹമ്മദ് നബിക്ക് നബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് തന്നെ ഖുറൈശികളായ ആളുകൾ അവിടെ നിന്ന് ഈ ആശൂറായിൽ നോമ്പ് നോറ്റിരുന്നു. വകാന യസുഖാന റസൂലു യൗമുഹു ഫിൽ ജാഹിലിയ്യ, അല്ലാഹുവിന്റെ നബിയും ജാഹിലിയ്യ കാലത്ത് നോമ്പ് നോക്കിയിരുന്നു എന്നാണ്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ആശൂറാ നബി തങ്ങൾ പ്രവചിക്കുന്നതിന്റെ മുമ്പ് തന്നെ ആ ആളുകൾ അവിടെ നിന്ന് നോമ്പ് നോക്കിയിരുന്നെങ്കിൽ, അതേ നബിയും അവിടെ നിന്ന് നോമ്പ് നോക്കിയിരുന്നെങ്കിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരിൽ നിന്ന് തലമുറകളായി അത് കിട്ടി എന്നുള്ളതാണ്. സയ്യിദുനാ ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം മദൻ ഇസ്മായിൽ അലൈഹി വസ്സലാത്തു വസ്സലാം ഒക്കെ ആ നോമ്പിനെ പിടിച്ചിരുന്നു. അത് മുൻകഴിഞ്ഞ വരാനിരിക്കുന്ന സമൂഹത്തിൽ ഉപദേശിച്ചിരുന്നു, അവരത് അനുഷ്ഠിച്ചു വന്നിരുന്നു എന്നുള്ളത് ഈ മുഹറത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മാത്രമല്ല, വിശ്വകരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങൾ ഫലമ്മാ ഖദിമ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് വന്നപ്പോൾ സാമഹു ഔ അമറ ബിസിയാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്നു, സാമഹു നബി നോമ്പെടുത്തു, ഔ അമറ ബിസിയാബിഹി, ഞങ്ങളോട് നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു എന്നുള്ളത് കൂടി ഹദീസുകളുടെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളോട് പറയട്ടെ, മുഹറം 9, 10 നോമ്പ് പിടിക്കുന്ന വിശ്വാസികളായി നമ്മൾ മാറണം. അതിന് പ്രത്യേകമായി ആ ഒരു ദിനത്തിന്റെ മഹത്വം മനസ്സിലാക്കി അന്ന് നോമ്പെടുക്കുന്ന വിശ്വാസികളായി മാറാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ ഇതിൽ ഇത്ര വലിയ ശ്രേഷ്ഠത വരാനുള്ള കാരണം എന്താ?
ഇബ്രാഹിം നബിയുടെ കാലത്ത് നോമ്പുണ്ടെങ്കിൽ, ഇസ്മായിൽ നബിയുടെ കാലത്ത് ഈ മാസത്തിന്റെ മഹത്വം പറഞ്ഞ് നോമ്പുണ്ടെങ്കിൽ ഇത്രത്തോളം ശ്രേഷ്ഠത വരാനെന്താ കാരണം? ബഹുമാനപ്പെട്ട നബിയുല്ലാഹി കലാമുല്ലാഹി മൂസാ അലൈഹി വസ്സലാം നമുക്കൊക്കെ അറിയാവുന്ന പ്രവാചകനാണ്. അഹങ്കാരിയായ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് ലോകത്തിന്റെ റബ്ബ് എന്ന് പറഞ്ഞ് ആ സാമ്രാജ്യം മുഴുവനും അടക്കി ഭരിച്ചിരുന്ന ഫറോവ എന്ന് പറയുന്ന ഇന്നും ഈജിപ്തിലെ മ്യൂസിയത്തിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഒരണുക്ക് പോലും, ഒരണുമണി തൂക്കത്തിന് പോലും ശരീരത്തിൽ ഒരു ഭേദവ്യത്യാസമില്ലാതെ അവന്റെ പച്ചയായ ശരീരം അങ്ങനെ ചത്തുമലത്തിട്ടും വർഷോധിവർഷം ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ടിട്ടും വരുന്ന സമൂഹത്തിൽ ഒരു പാഠം എന്നുള്ള നിലക്ക് അല്ലാഹു ആ ജഗത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുവെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറഞ്ഞു തരാനുള്ളത്, ഈ മുഹറം 10 അല്ലാഹു ഇത്രത്തോളം പ്രതിഫലം മൂസാ നബി അലൈഹി വസല്ലത്തു വസ്സലാമിനെ സ്മരിച്ചുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞൊരു ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 136 പ്രാവശ്യം മൂസാ നബിയുടെ പേര് ഖുർആനിൽ എടുത്തു പറഞ്ഞു. ഖുർആനുമായിട്ട് ഏറ്റവും സാമ്യമുണ്ട് തൗറാത്തിന്. ഖുർആനുമായിട്ട് വലിയ സാമ്യമുണ്ട്. 130 പ്രാവശ്യം ആ മൂസാ നബിയുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ആ മൂസാ നബിയുടെ അനുഭവ കഥയെ പറയുന്നുവെങ്കിൽ അത് മുഹറവും തമ്മിലുള്ള ഒരു ബന്ധത്തെ അല്ലാഹു വിളിച്ചു പറയുകയാണ്. ശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്. മൂസാ നബി അലൈഹി വസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തെ കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഫറോവയായ ഫിർഔൻ ഒരു ദിവസം പാതിരാത്രി ഒരു സ്വപ്നം കാണുകയാണ്. എന്താ സ്വപ്നം കാണുന്നത് എന്തെന്നറിയോ? രാത്രി കിടന്നുറങ്ങുന്ന ഉറക്കത്തിന്റെ യാമങ്ങളിൽ അദ്ദേഹം കാണുന്ന സ്വപ്നം എന്തെന്നറിയോ? ആ ഒരു പ്രദേശത്തെ കഥ, ഈജിപ്തിന്റെ പ്രദേശത്തെ കഥ ഒരു വല്ലാത്ത അഗ്നി വരികയാ, ഒരു വല്ലാത്ത തീയാ ഈജിപ്ത് പ്രദേശങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ കാണാ അഗ്നി പടർന്നു പിടിക്കുന്നത് എന്തെന്നറിയോ? സഹോദരങ്ങളെ, ഈജിപ്തിലുള്ള വ്യക്തികളുടെ വീടിന് മുകളിലേക്കാ ഓരോ വീടുകളും ആ തീയുടെ കാഠിന്യം മൂലം കത്തി നശിക്കാൻ തുടങ്ങുകയാണ്. ആ ഫറോവ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീച്ചു, ചാടി എണീച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന തന്റെ അനുജന്മാരെ വിളിക്കുകയാണ്, തോയന്മാരെ വിളിക്കുകയാണ്. ആജ്ഞാപിക്കുന്നു, നാളെ നേരം പുലരുന്ന സമയത്ത് ഇവിടത്തേക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ ജ്യോത്സ്യന്മാരെ തിരിച്ചു വരുത്തണേ. എനിക്ക് ഈ സ്വപ്നമൊക്കെ പ്രശ്നം വെക്കണം, എന്താണ് അതിന്റെ കാരണമെന്ന് എനിക്കറിയണമെന്ന് ഫിറഔൻ അവിടെ നിന്ന് വാശി പിടിക്കുമ്പോൾ രാവിലെ സമയമതാ മുഴുവൻ പണ്ഡിതന്മാരും ജ്യോത്സ്യന്മാരും കൊട്ടാരത്തിലേക്ക് വരികയാ. അവരെ വെച്ചുകൊണ്ട് ഫറോവയുടെ സ്വപ്നത്തിലെ പ്രശ്നം വെച്ചു നോക്കുമ്പോ, കബടി നിരത്തിയിട്ട് പ്രശ്നം അവിടെ വെച്ചു നോക്കുമ്പോ എന്താ പറയുന്നത് എന്തെന്നറിയോ? ഈ ബനൂ ഇസ്രായേലിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ട് ഫറോവ. നിന്റെ അധികാര മോഹം ഇവിടെ കരിച്ചമർത്താൻ അവന് തയ്യാറാവുന്നതാ. നിന്റെ അധികാരം അസ്തിത്വം പാരാൻ ഒരു മനുഷ്യൻ ഇവിടെ വരാനിരിക്കുന്നു ഫറോവയെന്ന് പ്രശ്നം വെച്ച ജ്യോത്സ്യന്മാര് കൊട്ടാരത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഫിറൗനിനോട് പറയുമ്പോ, ഫിറൗന് മതം പൊട്ടിയവരെ പോലെ അവിടെ നിന്ന് ആജ്ഞാപിക്കുന്നു, ഇനി ഇസ്രായേൽ ഒരു കുഞ്ഞു പോലും ജനിക്കാൻ പാടില്ല. ആരെങ്കിലും ജനിച്ചാൽ ആ കുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നു കളയണമെന്ന് അവൻ അവിടെ നിന്ന് വല്ലാതെ ആജ്ഞ കൊടുക്കുമ്പോ അവന്റെ അതാ ഭ്രാന്ത് പിടിച്ച് അവന്റെ അനുയായികൾ പട്ടാളക്കാര് ഇസ്രായേൽ മുഴുവനും ഓടുകയാ. അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കൊന്നു കളയുകയാ. ആൺകുഞ്ഞാണെങ്കിൽ തല കൊന്നു കളയുകയാ. നിഷ്കരുണ ഒരു പരിഗണ പോലുമില്ലാതെ, ഒരു കാരുണ്യം പോലും ഇല്ലാതെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കൊന്നു കളയുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കണേ. അവസാനം ആ പട്ടാളക്കാര് ഫിറൗനിനോട് വന്നൊരു പരാതി പറയുന്നു, ഇങ്ങനെ നമ്മളെല്ലാം കൊന്നു തീർത്തു കളഞ്ഞാ നമുക്ക് ഇനി പണിയെടുക്കാനൊരു മക്കൾ പോലും ഉണ്ടാവൂല, ഒരു ഇസ്രായേൽ വംശം പോലും ഉണ്ടാവൂല നമ്മുടെ പണി നോക്കാൻ വേണ്ടി, വേല ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എല്ലാ ആളുകളെയും ഇങ്ങനെ കൊല്ലുന്നതിനുള്ള അറുതി എടുക്കണമെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ഫിറൗൻ രണ്ടാമതൊരു ഉത്തരവ് പറയുന്നു, ഒരു വർഷം ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളയാണ്, 2-ാം വർഷം ജനിക്കുന്നവരെ ജീവിക്കാൻ വിടുക. മൂസാ നബി കൊല്ലപ്പെടേണ്ട വർഷം ജനിച്ചവരാ, ഹാറൂൻ നബി അലൈഹി വസല്ലം കൊല്ലപ്പെടാതിരിക്കേണ്ട വർഷം ജനിച്ചവരാ. അങ്ങനെ മൂസാ നബിയെ നൈൽനദിയിലേക്ക് പെട്ടിയിലൊഴിച്ചു വിട്ട ചരിത്രം വിശാലമാണ്. സമയത്തിന്റെ ദൗർബല്യം പോലെ ഞാൻ അങ്ങനെ നീട്ടുന്നില്ല സഹോദരങ്ങളെ.
അവസാനമാ കൊട്ടാരത്തിൽ തന്നെ വളർന്നല്ലോ. ഫിറഔൻ തന്നെ മൂസ നബിയെ വളർത്തിയല്ലോ. എല്ലാം കഴിഞ്ഞ അവസാനം ഒരു ദിവസം എത്തിയപ്പോൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആ ചരിത്രങ്ങളെ പറയുകയാണ്. ചരിത്രത്തിന്റെ താളുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓരോ മാസവും അല്ലാഹുവിന്റെ ഖുർആനുമായി ഏത് രീതിയിൽ ബന്ധിച്ചുവെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓരോ മാസത്തിനും ഓരോ ദിവസത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞു തരുമ്പോൾ അവിടെ അല്ലാഹു നമുക്ക് നൽകുന്ന ഗുണപാഠങ്ങളെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസ നബി അലൈഹി വസല്ലം ലക്ഷത്തോളം വരുന്ന ബനൂ ഇസ്രായേലുള്ള അനുയായികളെയും കൂട്ടി നാട് വിടുകയാ. അല്ലാഹു ഓർഡർ വരികയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുമ്പോൾ നാട് വിടുകയാണ്. അവർക്ക് പിന്നിലേക്ക് കടന്നു വരുന്നതാരാ? 16 ലക്ഷത്തോളം വരുന്ന അക്രമികളായ സകല ആയുധ സജ്ജീകരണങ്ങളുമുള്ള കഠിനകഠോര മനസ്സുള്ള മനസ്സിലറിവില്ലാത്ത ഫിറഔനും സംഘവും പിന്നിൽ വരികയാണ്. അവനിങ്ങനെ വന്നുകൊണ്ടതാ അവനങ്ങനെ ഓടുകയാണ്. അവസാന ചെങ്കടലിന്റെ വക്കിലെത്തുമ്പോ മുമ്പിന് ചെങ്കടലാണ്, പിന്നില് 16 ലക്ഷത്തോളം വരുന്ന ഫിറൗനിന്റെ പടയാണ്. എവിടേക്ക് പോകണമെന്നറിയാതെ മൂസ നബിയുടെ ആ കൗമ അവിടെ നിന്ന് കരയുകയാ. അവരവിടെ നിന്ന് മനസ്സ് കൊണ്ടുകൊണ്ട് മൂസ നബിയോട് പറയുകയാ, ശേഷം എന്തിനാ പറയുന്നത് എന്തെന്നറിയോ? എന്തിനാ നിങ്ങളുടെ മുമ്പിൽ ഉണർത്തുന്നത് എന്തെന്നറിയോ? ശേഷം വരുന്നൊരു സമൂഹമുണ്ട്, കൗമുണ്ടവർക്ക് ഒരു പാഠത്തിന് വേണ്ടി പറയുകയാ. അവരവിടെ ഈടും മുട്ടും കുടുങ്ങി കിടക്കുന്നതായ സമയത്ത് അവര് കരഞ്ഞുകൊണ്ട് പറഞ്ഞതെന്തെന്നറിയോ? കരഞ്ഞുകൊണ്ട് ഞങ്ങളെ വിട്ടുപോയെന്ന് മൂസാ നബിയോട് പരാതി പറഞ്ഞപ്പോ മൂസാ നബി പറയുന്നു, നിങ്ങളെ വിഷമിക്കേണ്ട, നിങ്ങൾ കരയേണ്ട, നിങ്ങൾ പ്രയാസപ്പെടേണ്ട. എന്റെ റബ്ബ് രക്ഷപ്പെടുത്തും. അല്ലാഹു ഒരു വഴി നമുക്ക് കാട്ടിത്തരുമെന്നാണ്. അല്ലാഹു വഴി കാണിച്ചു കൊടുത്തല്ലോ. സൂറത്തായ ഖുർആനിലൂടെ, വിശുദ്ധമായ ഖുർആനിലൂടെ വിളിച്ചു പറഞ്ഞല്ലോ. ഫൗഹിനാ ഇലാ മൂസാ അൻഇദ്രിബ് ബിഅസാകൽ ബഖറാ. മൂസാ നബിയെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? കടലിന്റെ മുകളിൽ നിങ്ങൾ അടിക്കണം. മൂസാ നബി അലൈഹി വസല്ലം വെടിവെച്ചുകൊണ്ട് കടലിന്റെ മുകളിലേക്ക് അടിച്ചല്ലോ. ആ കടലിന്റെ മുകളിലേക്ക് അടിക്കേണ്ട താമസം വിശുദ്ധമായ ഖുർആൻ പറയുന്നു. ചെങ്കടൽ അവിടെ നിന്ന് പിളർന്നല്ലോ. പിളർന്ന് രണ്ട് ഒരു വഴിയായി അവിടെ മാറുകയാണ്. ഏത് രീതിയിലുള്ള വഴിയാണ്? പർവ്വതം പോലെ ജലപാളികൾ മാറി നിൽക്കുന്നു. എന്നിട്ട് മൂസാ നബിയോട് പറയുന്നു, മൂസാ നബിയെ നിങ്ങളോടുള്ള കൂടെയുള്ളവരെയും കൂട്ടി നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളുക. ഖുർആൻ പറയുന്നു, നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ളവരും കൂടെ രക്ഷപ്പെട്ടുകൊള്ളുക. അങ്ങനെ മൂസാ നബിയും മറ്റുള്ളവരും കൂടി അതിനെ കടന്നുപോയി അക്കരയ്ക്ക് എത്തിയ സംഭവം നമുക്കറിയാം. അതിന്റെ പിന്നില് വന്ന ഫിറഔനും അതിലേക്ക് കയറും മുമ്പ് സഹോദരങ്ങളെ ചിന്തിക്കണം. അവിടെ അല്ലാഹുവിന്റെ തീരുമാനം മനസ്സിലാക്കണം. ആ കടലിലേക്ക് കാലെടുത്ത് വെക്കും മുമ്പ് ഒരു പടി മുമ്പിൽ വെക്കും, പിന്നെ വിചാരിക്കും വേണ്ട തിരിച്ചു പോരാ, പിന്നെ മുമ്പിൽ വെക്കും, പിന്നെ വിചാരിക്കും വേണ്ട തിരിച്ചു പോരാ. അവസാനം ജിബ്രീൽ വന്നു ഒരു കുതിരയുമായി. ആ മൂസയുടെ ആ ഫിറഔനിന്റെ മുമ്പിൽ അതാ കുതിരയുമായി ജിബ്രീൽ പോകുന്നു. ആ കുതിരയിൽ ഈ കുതിരാകർഷിച്ച് കടലിലേക്ക്, ആ ചെങ്കടലിലേക്ക് ഇത് ഇറങ്ങുകയാണ്. അവസാനം കടൽ മധ്യ വെച്ചുകൊണ്ടെന്താ സംഭവിച്ചതെന്താ? അല്ലാഹു അവരെ നിസാരമായി കുറിക്കുന്നു കളഞ്ഞെങ്കില് അവരതിനെ വിശ്വസിക്കാനിരിക്കുമ്പോ മൂസയുടെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഫറോവ വിളിച്ചു പറഞ്ഞപ്പോ അല്ലാഹു ജിബ്രീൽ അലൈഹി വസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞതെന്തെന്നറിയോ? കാറ്റച്ചടി വാരിയിട്ട് ആ ഫിറഔനിന്റെ വായിലേക്ക് അമർത്തുക. സഹോദരങ്ങളെ, ഇത് നടന്നത് മുഹറം 10-ലാണ്. ഈ മുഹറം 10 നമ്മളിലേക്ക് വരുമ്പോ അധികാരത്തിന്റെ മത്ത് പിടിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ കഷ്ടത്തിലാക്കുന്ന, സമൂഹങ്ങളിലുള്ള ആളുകളുടെ അവകാശങ്ങൾ ലംഘിച്ചു കളയുന്ന, അധികാരമോഹം കൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ. അവരും
കഠിനമാ, എത്ര കഷ്ടപ്പെടുത്തിയാലും എത്ര പ്രയാസപ്പെടുത്തിയാലും അല്ലാഹു രക്ഷിക്കുന്ന ഒരു ദിനം നമ്മളിലേക്ക് വരുമെന്ന പ്രതീക്ഷ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വരുന്ന, വിശുദ്ധമായ ഖുർആൻ വിളിച്ചു പറയുന്ന മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എത്ര വലിയ അധികാരം കൊണ്ട് നടന്നാലും ലോകം അവൻ പറഞ്ഞിരുന്നത് ഞാനാക്കും, എന്നെ ശിക്ഷിക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നിനും ഒരാളും കൂടി ഇല്ല, ഞാൻ റബ്ബാന്ന് പറഞ്ഞ് നടന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നിസ്സാരായിട്ട് അവരെ മുക്കിക്കൊന്നു കളഞ്ഞു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ മനസ്സിലാക്കി, എത്ര പ്രയാസത്തിലാകുന്ന അധികാരികളുടെ കീഴിൽ എന്തൊക്കെ അവകാശങ്ങളുണ്ട്. ഇന്ന് പള്ളികളിൽ ഇരിക്കുന്ന പാവപ്പെട്ട ഉസ്താദുമാരെ കയറിയിട്ട് തലവെട്ടിക്കൊണ്ടിട്ടും അല്ലെങ്കിൽ ശരീരം മുഴുവനും ചിന്ന ഭിന്നമാകുന്ന രീതിയിൽ കൊലപ്പെടുത്തിയിട്ട് ആ പ്രതികൾ നാട്ടിലിറങ്ങി നടക്കുമ്പോഴും ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും അധികാരവർഗങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ സഹോദരങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കണം. ഇതൊക്കെ നാം പിടിച്ചു കിട്ടുന്ന ഒരു ദിനം നമ്മുടെ ഇടയിൽ വരാനിരിക്കുന്നുണ്ട്. അത് മൂസാ നബി അലൈഹി വസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം, അത് നമ്മുടെ നബിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ബന്ധമുള്ളതാണെന്ന് പറഞ്ഞിട്ട് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു തന്നതാ. കാത്തിരുന്ന് കാണാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അക്രമികളാരും അവരല്ലാഹു നിലനിർത്തൂല. പലപോലെ വളർത്തും. എന്നിട്ടോ വെട്ടിമുറിക്കുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട് എന്നുള്ള പാഠം മൂസാ നബി അലൈഹി വസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലൂടെ, മുഹറം 10 അല്ലാഹു നമ്മുടെ മുമ്പിൽ സാക്ഷാത്കരിച്ചു തന്നിരിക്കുകയാണ്. അല്ലാഹു ഭരണാധിപന്മാരുടെ ഇടയിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നല്ല സമാധാനത്തോടുകൂടെയുള്ള ജീവിതം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് അതിനെ സ്മരിച്ചുകൊണ്ട് ഒരുപാട് പ്രവാചകന്മാർ നബിയുടെ കപ്പല് നങ്കൂരമിട്ടത് വെറുപ്പത്തിനാണെന്ന് പറയാം. അന്ന് അല്ലാഹു നന്ദിയായി നൂഹ് നബി അലൈഹി വസ്സലാം നോമ്പ് പിടിച്ചിട്ടുണ്ട് എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നബി നമ്മളോട് പഠിപ്പിച്ചു തന്നത് നോമ്പ് പിടിച്ചുകൊണ്ട് അതിന്റെ ആ മാസത്തിന്റെ മഹത്വത്തെ തഅലീം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി മദീനയിൽ എത്തിയപ്പോ യഹൂദികൾ നോമ്പെടുത്ത് കണ്ടു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ആശുറാന്റെ ദിവസം മുഹറം 10 റസൂലുള്ളാഹി നബി ചോദിച്ചു, എന്തിനാ നോമ്പെടുത്തിരിക്കുന്നു എന്ന് നബി അവരോട് ചോദിക്കുമ്പോ അള്ളാഹു രക്ഷപ്പെടുത്തിയതിന്റെ പകരമായിട്ട് അള്ളാഹുവോട് ബഹുമാന സൂചനായിട്ട് ഞങ്ങൾ ഇന്നിവിടെ നോമ്പെടുക്കുന്നു, ഫിറൗനിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ്, അതുകൊണ്ട് അതിന്റെ സൂചനയായിട്ട് ഞങ്ങൾ നോമ്പ് നോക്കുന്നത് എന്ന് യഹൂദികൾ പറഞ്ഞെങ്കിൽ അതിനെ ബഹുമാനിച്ച ഞങ്ങൾ നോമ്പെടുക്കുന്ന കാലം നബിയൊക്കെ നബി പറഞ്ഞത് ഏറ്റവും അടുത്ത ദിനങ്ങളാണ്. അതുകൊണ്ട് നബി ആ ഉമ്മത്തിനോട് കൽപ്പിക്കുക നോമ്പ് പിടിക്കണോ എന്ന് നബി 10 എടുത്തു. പിന്നെ പറഞ്ഞു അവരുമായിട്ട് സാദൃശ്യം വരാതിരിക്കാൻ. അല്ലെ, നമ്മള് മനോഹരിതമായ നാടാണ്, രാജ്യമാണ്, എല്ലാവരും തോളോട് തോള് ചേർന്ന് ജീവിക്കുന്നവരാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും സഹോദരന്മാരാണ്. സാഹോദര്യം നമ്മൾ നിലനിർത്തേണ്ടത് മനുഷ്യത്വപരമായ കാര്യങ്ങളിലാവണം. ആരാധനകൾ കൊണ്ട് നമ്മൾ സഹോദര്യം ചെയ്യുന്നവരാകരുത്. അവർക്ക് നമ്മുടെ പള്ളിയിൽ അവര് വരുന്ന നിസ്കരിക്കുന്നില്ല, നമ്മൾ ആരാധന അവരനുഗമിക്കുന്നില്ല, അതുപോലെ അവരാരാധന നമ്മൾ അനുഗമിക്കണം. നമ്മൾ ചെയ്യേണ്ടത് അവര് സഹോദരങ്ങളാണ്, സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. രോഗിയാണെങ്കിൽ കാണാൻ പോകണം, വേണ്ടത് ചെയ്തു കൊടുക്കണം, സാമ്പത്തിക സഹായം ചെയ്യണം, ഭക്ഷണം കൊടുക്കണം, എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുകയോ ചെയ്യണം. ആരാധനയിൽ പരസ്പരം കൈമാറ്റം ഉണ്ടാകുന്ന വിശ്വാസികളായ നമ്മൾ മാറരുത്. അതുകൊണ്ട് സഹോദരങ്ങളോട് ഉണർത്തട്ടെ, നമ്മുടെ രാജ്യത്ത് നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനെ ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവന്
വ്യത്യസ്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നെ 9-10 നോമ്പ് പിടിക്കാനാണ്. 2 ദിവസങ്ങൾ നോമ്പിലായി ഷുഗലാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മാസത്തിൽ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട 2 കാര്യം. ഒന്നാമത് പറഞ്ഞത് ഇതുക്കും മിനന്നാർ, പരലോക രക്ഷയാണ്. അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ജീവിത പ്രതിസന്ധികളിൽ നിന്നും മോചനം. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിൽ നിന്നൊരു മോചനം. ഈ 2 കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കണം. പരലോകം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നിലനിൽക്കുന്ന രക്ഷയാണ്. ജീവിത പ്രതിസന്ധി എന്ന് പറഞ്ഞ രോഗവും തൊഴിലും കുടുംബം രാഷ്ട്രീയം ഭരണം കടം നിത്യജീവിതം എല്ലാം അതിൽ ഉൾപ്പെടും. ഒരാൾക്കുള്ള പ്രതിസന്ധി ഏതെങ്കിലും ഒന്നുണ്ടാകും. അപ്പൊ ആ ഒന്ന് അത് അല്ലാഹുവോട് ദുആ ചെയ്ത് റബ്ബിലേക്ക് തൗബ ചെയ്തിട്ട് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങിയിട്ട് അല്ലാഹുവോട് പറഞ്ഞാൽ മൂസാ നബിക്ക് കൊടുത്ത മോചനം അല്ലാഹു നമുക്ക് തരും. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ചോദിക്കാൻ നമ്മൾ തയ്യാറാകണം. ചോദിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. അതാണ് വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, വഖാലൂ റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. ചോദിച്ചോ എങ്കിൽ അല്ലാഹു തരുമെന്നാ പറഞ്ഞേ. അതുകൊണ്ട് ചോദിക്കാൻ നമ്മൾ തയ്യാറാകണം. മടിയായിട്ട് വെറുതെ ഇരുന്നിട്ട് അല്ലാഹു കണ്ടറിഞ്ഞ് തരട്ടെ എന്ന് പറഞ്ഞ ഒരു പക്ഷെ അല്ലാഹു തന്നോളണമെന്നില്ല. അതുകൊണ്ട് നല്ല വിധത്തിന്റെ മഹത്വം മനസ്സിലാക്കി ചോദിക്കാൻ നമ്മൾ തയ്യാറാവി. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചത് ഒരുപാട് പ്രാധാന്യമുണ്ട്. പ്രധാനമായി പറഞ്ഞത് നമ്മുടെ കുടുംബങ്ങൾക്ക് റിസ്ക് ആ ഒരു ദിവസം വിശാലത, ഭക്ഷണ വിശാലത ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു ഇബാദത്ത് കൂടി ചെയ്താൽ അതിന്റെ മഹത്വം വലിയ പ്രതിഫലം വരുമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സയ്യിദുനാ ജാബിർ റളിയല്ലാഹു തആല അൻഹു ബൈഹഖിയും ഇമാം തബറാനിയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ജാബിർ റളിയല്ലാഹു തആല മുഹറം 10 കുടുംബത്തിന് ഭക്ഷണം കൊടുത്തിരുന്നു. മൻ വസ്സാ അലാ റസൂലില്ലാഹി അലാ മൻ വസ്സാ അലാ റസൂൽ നഫ്സിഹി വഅബിദിഹി. ദിവസമാരെങ്കിലും ഒരാൾ തന്റെ സ്വന്തം ശരീരത്തിനും അതുപോലെ കുടുംബത്തിനും വേണ്ടി ഭക്ഷണ വിശാലത ചെയ്താൽ, ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുത്താൽ ആശൂറായിന്റെ ദിവസം ആരെങ്കിലും ഉണ്ടല്ലോ സ്വന്തം ശരീരത്തിനും തന്റെ കുടുംബത്തിനും വിശാലത ചെയ്തു കൊടുത്താൽ അല്ലാഹുവിന്റെ വിശുദ്ധ പ്രവാചകന്റെ സ്വഹാബിയായ സയ്യിദുനാ ജാബിർ റളിയല്ലാഹു തആല പറയുകയാണ്, ഇങ്ങനെ ആരെങ്കിലും ചെയ്തു കൊടുത്താൽ അല്ലാഹു അവരുണ്ടല്ലോ ഇനിയുള്ള വർഷങ്ങളിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കുന്നതാ, അല്ലാഹുവിന്റെ വിശാലത അവരെ ചെയ്തു കൊടുക്കുന്നതാ. ജാബിർ പറയുന്നു, 40 വർഷക്കാലം ഞാൻ ഇത് ചെയ്തു, ഒരിതിൽ അഭിപ്രായം എനിക്കില്ല. 40 കൊല്ലം ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. ദിവസം ഒന്ന് പ്രത്യേകാക്കും, കുടുംബങ്ങൾക്ക് എന്തേലും ഒന്ന് കൊണ്ടുകൊടുക്കും, കുടുംബങ്ങൾക്ക് എന്തേലും ഒരു വിശാലത ചെയ്തു കൊടുക്കും, വീട്ടുകാർക്ക് നല്ലൊരു ഭക്ഷണം തയ്യാറാക്കും. പക്ഷെ ഇന്നവരെ 40 വർഷമായിട്ട് തങ്ങൾ പറഞ്ഞതിലൊരു ഇതിൽ അഭിപ്രായം, ജീവിതത്തിൽ ഒരു പ്രയാസം, ഒരു പ്രതിസന്ധി, ഒരു ദുഃഖം, ഒരു രോഗം, ഒരു വിഷമം, ഒരു പ്രയാസകരമായ ഘട്ടം ജീവിതത്തിൽ വന്നിട്ടില്ലെന്ന് സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ദിവസം 10 പ്രത്യേകം തിരഞ്ഞെടുത്തുകൊണ്ട് കുടുംബത്തിൽ വിശാലത ചെയ്യാനുള്ള മനസ്സുകൂടി കാണിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തി ഒരുപാട് ആളുകൾ ദുആ ചെയ്ത് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സഹോദരി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു സഹോദരൻ ഉംറക്ക് പോകുന്ന ഒരു സഹോദരനും സഹോദരിയും കൂടി ഈ മാസം ഉംറക്ക് പോകുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, സംഭാവന നൽകിയിട്ടുണ്ട്. അതുപോലെ മരണപ്പെട്ടുപോയ മുളാടൻ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് സംഭാവന നൽകിയിട്ടുണ്ട്. അർഹമുർ റഹീമായ സയ്യിദായ മാലികുൽ മുലൂക്കായ അല്ലാഹ് അവരൊക്കെ നൽകിയ സംഭാവനയെ നീ സ്വീകരിക്കണേ അല്ലാഹ്, അവരൊക്കെ നൽകിയ സംഭാവനയെ നീ കബൂലാക്കണേ അല്ലാഹ്. നിന്റെ ഭവനത്തിലേക്ക് ആരൊക്കെ സംഭാവനകൾ നൽകുന്നുവോ അവരെന്ത് മുറാദ് വെച്ചുകൊണ്ടാണോ നൽകുന്നത്, അല്ലാഹുവേ അവരുടെ ആ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, അവരുടെ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമായ സയ്യിദായ അല്ലാഹുവേ, അവർക്ക് പോവാൻ ഉദ്ദേശിക്കുന്ന സഹോദരനും സഹോദരിക്കും ഒരു പ്രയാസമില്ലാത്ത യാത്ര നീ കൊടുക്കണേ അല്ലാഹ്.
കബൂലാക്കുന്ന ഉംറ ചെയ്യാൻ നാമത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ആഫിയത്തോടെ പോയതുപോലെ തിരിച്ചു വരാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ഒരു പ്രയാസം അവരുടെ യാത്രയിൽ നീ വരുത്തരുതേ അല്ലാഹ്. കബൂലാക്കുന്ന രീതിയിൽ ആമാലുകൾ ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ആ കുടുംബം അല്ലാഹുവേ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും ദുആ വസിയത്ത് ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം അവരുടെ കുടുംബങ്ങളിൽ നീ വർഷിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ കബറിടങ്ങൾ നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. വിശാലത കൊടുക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരെ ഞങ്ങളിൽ നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. വല്ല പ്രയാസവും അനുഭവിക്കുന്നവർക്ക് ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ പ്രയാസത്തെ എടുത്തു കളയണേ അല്ലാഹ്. അതുപോലെ ദുആ വസിയത്ത് ചെയ്ത സഹോദരിയുടെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് റബ്ബേ, നിനക്കറിയാമല്ലോ. പ്രതിസന്ധികളുണ്ട് റബ്ബേ, നിനക്കറിയാമല്ലോ. എല്ലാ പ്രതിസന്ധികളും നീ ദൂരീകരിക്കണേ അല്ലാഹ്. കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കുടുംബങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളിൽ കുളിർമ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. വീടുപണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് വീടാനുള്ള മാർഗങ്ങൾ കൊടുക്കണേ അല്ലാഹ്. ഇങ്ങനെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ അല്ലാഹ്. ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ. ഈ മുഹറത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം, എല്ലാവരും ഒന്ന് നല്ലതുപോലെ കാര്യഗൗരവത്തിലെടുക്കുന്ന ഒരു സഹോദരി ആരുമില്ല ഈ ഏരിയയിലൊക്കെ വീടുകളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് ഈ പെനോയിലും മറ്റൊക്കെ നിൽക്കാൻ വേണ്ടി നടന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു. കരയുണ്ടായ സഹോദരി അവരുടെ വീട് പണി ഭർത്താവ് വീട് കിടപ്പിലാണ്. ഒരു ജോലിക്കും പോകാൻ പറ്റൂല, മറ്റാരുമില്ല. തറ കെട്ടാൻ വേണ്ടിയിട്ട് എത്രയോ പണം ചിലവുണ്ട്. തറ കെട്ടി കഴിഞ്ഞാൽ പഞ്ചായത്ത് പൈസ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു നിലക്കും ഒരു ഗതിയും ഇല്ലാതെ പ്രയാസപ്പെട്ട് ഒരു സഹോദരി നമ്മളോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. മകലിന്റെ കത്തും ആ തറയുടെ ആ സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ തെളിവൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്നൊരു സംഭാവന 100 രൂപയിലെങ്കിലും കുറയാതെ എല്ലാ ആളുകളും ചെയ്തു കൊടുക്കുക. കഴിയുന്നൊരു സംഭാവന ചെയ്തു കൊടുത്തിട്ട് അവരുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ നമ്മളും ഒരു ഭാഗം ആവണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.